കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ടതിന്റെ സുധീഷ് അങ്ങ് പുറത്തേക്ക് പോവാണ്. സുധീഷിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന് പറയുന്നത് ഇത് 2ാം തവണയാണ്. ഇതിനു മുൻപ് ഒരു തവണ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അന്ന് നിധിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കുറച്ചു സമയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് കൂട്ടിക്കൊണ്ടു പോയത്. അന്ന് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നൊരു ചിന്തയായിരുന്നു സുധീഷിന്. പക്ഷേ നിധിയുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് സുധീഷിനറിയില്ലല്ലോ. അങ്ങനെ അവര് കാറൊക്കെ ഓടിച്ച് പുറത്തേക്ക് പോയിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങാണ്. ആ സമയം നിധിയോട് സുധീഷ് പതുക്കെ ചോദിക്കുന്നുണ്ട്, അല്ല നിധിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേന്ന് ചോദിക്കും. അന്നേരം നിധി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര നാളാ ഇങ്ങനെ പോകുന്നത്, അതെന്താ നിധി നീ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, അല്ല നമ്മുടെ കല്യാണം സുധീഷിനറിയാലോ എങ്ങനെയാണ് നടന്നത് എന്ന്, നമ്മൾ ഇപ്പോഴും അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിലും നമ്മൾ ശരിക്കും ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ എന്ന് അവൾ തുറന്നു പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതേതായാലും ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ഇപ്പൊ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ അത് ശരി തന്നെയാണ്. പക്ഷേ എത്ര കാലം ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കള്ളം കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഒത്തിരി കാലമൊന്നും ഇങ്ങനെ പോവാനൊന്നും പറ്റില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ എന്തെങ്കിലും പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിധി കട്ടായം പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നത്, അല്ല നിധി, അതിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നത്, സുധീഷിന് നല്ലൊരു ജീവിതമുണ്ട്, ഞാൻ കാരണം സുധീഷിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോവുകയാണല്ലോ. സുധീഷ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. കാരണം ഞാൻ ഒരു പക്ഷെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ സുധീഷിന്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടി വരുമായിരുന്നില്ലേ, അവനുമായിട്ട് നല്ലൊരു ജീവിതം തന്നെ സുധീഷിന് ഉണ്ടാവത്തില്ലായിരുന്നോ? പക്ഷേ ഇപ്പോഴാ ഞാൻ വന്ന സമയം തൊട്ട് തന്നെ സുധീഷിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിധിയെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സുധീഷിന്റെ ജീവിതം ഞാനായിട്ട് തല്ലി തകർക്കാനൊന്നും പാടില്ല. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, എനിക്ക് കൂടുതൽ പഠിക്കണം, ഒരു ജോലി വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു വിവാഹം അതിനൊരിക്കലും ഒരു തടസ്സമാവാൻ പാടില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അല്ല നിധി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാണ് സുധീഷ്. അന്നേരം നിധി പറഞ്ഞിട്ട്, ഇനിയിപ്പത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഡിവേഴ്സ് ആവാമെന്ന് പറയും. അത് കേട്ട ഉടനെ തന്നെ സുധീഷിനൊരു ഷോക്കായിരിക്കും. എന്ത് ഡിവേഴ്സോ? ഒരു നിമിഷം സുധീഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അന്നേരം നിധി ചോദിച്ചു, എന്താ സുധീഷേ അതിന് ഇത്ര അന്താളിപ്പ്, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്ര ഞെട്ടേണ്ട കാര്യവുമില്ല. നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ലല്ലോ, അത് വെറും എഗ്രിമെന്റ് വിവാഹം മാത്രമായിരുന്നല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് എന്താ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും തമ്മിൽ സ്നേഹിച്ചിട്ടില്ല, നമ്മൾ ഒരിക്കലും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരുമെന്നല്ലോ. പിന്നെ സുധീഷിന് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സുധീഷ് ആകപ്പാടെ നിധിയുടെ വാക്കെല്ലാം കേട്ടതോടുകൂടെ തന്നെ ആകെ അസ്വസ്ഥയായി. പക്ഷേ ആ ഭാവപ്രകടനങ്ങളൊന്നും തന്നെ അവന്റെ മുഖത്ത് കാണിച്ചില്ല. ഇവളുടെ മുന്നിൽ ഇങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ നിധി, നീ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കും. അതെ, ഞാൻ നല്ലവണ്ണം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലത് എന്ന്. ഡിവേഴ്സ് ആവുകയാണെങ്കിൽ അത് സുധീഷിന് തന്നെയായിരിക്കും നല്ലത്. സുധീഷിന്റെ ജീവിതത്തിലും നല്ലൊരു പെൺകുട്ടി വരും. വെറുതെ ഇങ്ങനെ ജീവിതം നശിപ്പിച്ചിട്ട് കളയാനുള്ളതൊന്നുമല്ലല്ലോ. ഞാൻ കാരണം സുധീഷിന്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കല്ലേ എന്ന് അവൾ പറഞ്ഞു. സുധീഷ് തിരിച്ചു ചോദിച്ചു, അല്ല ഇതൊക്കെ വേണോ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു പക്ഷേ നീ ഡിവേഴ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ പിന്നെ എന്തു പറയും? ഈ പറയുന്ന എന്റെ അനുജന്മാരോടൊക്കെ ഞാൻ പിന്നെ എന്തു മറുപടി പറയും? അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിക്കൊള്ളും. എന്റെ കഴുത്തിൽ സുധീഷ് താലി കെട്ടുക മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ താലി അഴിച്ചു തന്നിട്ട് ഇവിടെ നിന്നങ്ങ് പോയേനെ. പക്ഷേ അതല്ലല്ലോ മാർഗം. നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്തവരാണ്. അപ്പോ എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവേഴ്സ് വേണമെന്നാണ്. ഓ എടി പാബി, അപ്പൊ നീയാണല്ലേ ഇതിനെല്ലാം എരിതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. നിധി തുടർന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് ഡിവേഴ്സ് കിട്ടിയാലേ ഇവിടെ നിന്നും പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലും എനിക്കതൊരു ബാധ്യതയായിട്ട് മാറും. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ശരി, അങ്ങനെയാണ് നിധിയുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങിയാൽ മതിയായിരുന്നു എന്ന ചിന്ത മാത്രമായിരുന്നല്ലോ സുധീഷിന്റെ മനസ്സിൽ. എങ്ങാനും ഡിവേഴ്സായി പോയിട്ടുണ്ടെങ്കിൽ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആവുമല്ലോ എന്നൊക്കെ അവൻ ആലോചിച്ചു. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു. സുധീഷ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തിന് നിധി ആ വീടൊക്കെ ഇങ്ങനെ തൂത്തു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ കോട്ടുവായിടുന്നത് അവൾ കണ്ടു. അന്നേരം നിധി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷെ രാവിലെ തന്നെ ഇങ്ങനെ കോട്ടുവായിട്ടിരിക്കുന്നത്? പിന്നെ രാവിലത്തെ കോട്ടുവായ ഉച്ചക്കിടാൻ പറ്റുമോ എന്ന് സുധീഷ് തിരിച്ചു ചോദിക്കുകയാണ്. അതെ, രാവിലെ തന്നെ ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും ദേഹം അനങ്ങി പണി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കോട്ടുവായൊന്നും വരത്തില്ല.
വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് നിധി കളിയാക്കി പറഞ്ഞു. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഓ ഞാനിപ്പോ വെറുതെ ഇരിക്കുന്നത് നിനക്ക് വലിയ പ്രശ്നമാണല്ലേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കൂടെ തൂക്കാനും തുടക്കാനും കൂടാമെന്ന് പറയും. അതെ, അങ്ങനെ തൂക്കാനും തുടക്കാനും കൂടിയാ മതിയെന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്റെ നിധി എത്ര തൂത്തെന്നും തുടച്ചെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചു കഴിയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും, വലിയ വൃത്തിയൊന്നും ഇവിടെ ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, എന്നും പറഞ്ഞ് തൂക്കാതെയും തുറക്കാതെയും ഇടാൻ പറ്റുമോ? ആ സമയത്താണ് ഭാസ്കരനെ കാണാനായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. പണിക്കാരെ ചൊല്ലിയോ അതോ കമ്മീഷൻ പൈസയെ ചൊല്ലിയിട്ടോ ഒക്കെയാണ് ആ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാസ്കരൻ പറയുന്നുണ്ട്, മര്യാദക്ക് നീ പൈസ തന്നോളണം, അല്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് മറ്റാൾ തിരിച്ചു ചോദിച്ചു. അന്നേരം ഭാസ്കരൻ അവിടെ ഇരുന്ന ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അവന്റെ തലക്ക് നേരെ ഓങ്ങി, പണം തന്നില്ല എങ്കിലുണ്ടല്ലോ ഇത് വെച്ച് ഞാൻ നിന്റെ തല അങ്ങ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞങ്ങ് ആക്രോശിച്ചു. ഓഹോ അത്രക്കായോ, എങ്കിൽ പിന്നെ കാണട്ടെ എന്നും പറഞ്ഞിട്ട് അയാളും ദേഷ്യം പിടിച്ച് നിൽക്കാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിധി ആകെ പേടിച്ചു പോയി. അവൾ സുധീഷിനോട് പറഞ്ഞു, സുധീഷെ, അച്ഛനും അയാളും തമ്മിൽ എന്തൊക്കെയൊരു പ്രശ്നമാണ്, എന്നിട്ട് നീ എന്താ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ എങ്ങനെ യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ അങ്ങ് തീർത്തോളും, എന്തോ കമ്മീഷന്റെ പൈസയുടെ പ്രശ്നമാണ്, അതിനെഴി തലയിടാനൊന്നും പോവേണ്ട കാര്യമില്ല. അല്ല നിധി, നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, അച്ഛന്റെ സ്വഭാവം നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് അവൻ ചോദിച്ചു. നിധിക്ക് അതൊക്കെ കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു സുധീഷ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ. പിന്നീട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷെ, നമുക്ക് വക്കീലിനെ കാണാനൊന്ന് പോയാലോ എന്ന്. വക്കീലിനെയോ, എന്തിനെന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, ആഹാ, അപ്പോൾ ഇന്നലെ വൈകുന്നേരം പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നുപോയോ എന്ന് അവൾ ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ നീ അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണോ എന്ന്. പിന്നല്ലാതെ ഞാനെന്തിനാ തമാശ പറയുന്നത്, ഞാൻ തമാശ പറയാണെന്നാണോ നീ വിചാരിച്ചത്, അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിധി എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, വേണം, പോവാതിരിക്കാൻ പറ്റില്ല സുധീഷെ, സുധീഷിന് നല്ലൊരു ജീവിതമുള്ളതല്ലേ, ഇപ്പോഴേ നമ്മളെ അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ 2-3 മാസത്തിനകം തന്നെ ഇത് ഡിവോഴ്സ് കിട്ടുമെന്ന സാന്ദ്രേച്ചി എന്നോട് പറഞ്ഞത്. ഓ, അപ്പോൾ അവളാണ് ഇതിന്റെ ഞാൻ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത്, അവൾ കാരണം മനുഷ്യരൊരു സമാധാനവുമില്ലല്ലോ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിധി പറയുന്നത്, നല്ല വക്കീലുണ്ട്, ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവരങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, സുധീഷ് എന്റെ കൂടെ വരണം. സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു, പോകാനും വയ്യ പോകാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. സുധീഷ് ചോദിക്കുന്നുണ്ട്, പോണോ, നിർബന്ധമാണോ, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. എന്തിനാ 2-3 ആഴ്ചക്ക് വൈകിപ്പിക്കുന്നത്, ഒരു ദിവസം മുൻപ് കൊടുക്കണമെങ്കിൽ അത്രയും നല്ലത്, ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഞാൻ കാണുന്നില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ സുധീഷിന് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വക്കീൽ ഓഫീസിലേക്ക് ചെന്നു. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് സാന്ദ്ര വിളിക്കുന്നുണ്ട്. നിധി, നിന്റെ മെസ്സേജ് ഞാൻ കണ്ടു എന്ന് സാന്ദ്ര പറഞ്ഞപ്പോൾ, അതെ ചേച്ചി, ഞങ്ങൾ വക്കീൽ ഓഫീസിലേക്ക് എത്തിയെന്ന് നിധി മറുപടി നൽകി. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഇനി നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് അവൾ പറഞ്ഞു. വക്കീൽ ഓഫീസിലെ സ്റ്റാഫ് വന്ന് കാര്യം ചോദിച്ചപ്പോൾ വക്കീലിനെ കാണാനെന്ന് പറഞ്ഞു. വക്കീലിന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം കാര്യം തിരക്കി. സർ, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് നിധി പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് വക്കീൽ ചോദിച്ചപ്പോൾ, എന്റെ പേര് നിധി, ഇതെന്റെ ഭർത്താവ് സുധീഷ് എന്ന് അവൾ പരിചയപ്പെടുത്തി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചപ്പോൾ 2 മാസം എന്ന് മറുപടി പറഞ്ഞു. 2 മാസമോ? വക്കീൽ ശരിക്കും അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അതെന്താ ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ്, ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു. ഏയ്, എനിക്ക് സുധീഷിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ, ഇനി മുന്നോട്ട് പോവാൻ പറ്റില്ല എന്ന് നിധി പറഞ്ഞു. വക്കീല് പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിപ്പോ കോടതിയിലേക്ക് പോയാലും അവർ കൗൺസിലിങ്ങിന് വിടും, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഡിവോഴ്സ് തരുള്ളൂ, അതിന് തക്കതായിട്ടുള്ള കാരണം വേണം, നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിധി പറഞ്ഞു, സാറേ, എനിക്ക് സുധീഷിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കും പരസ്പരം ഇഷ്ടമില്ലെന്ന് പറയും. ഇഷ്ടമില്ലാതെയാണോ നിങ്ങൾ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ് സാറേ, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. സുധീഷ് ഇടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിധി അവനെ അങ്ങ് തടഞ്ഞു. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് അവൾ പറഞ്ഞു. വക്കീലിന് സുധീഷിന്റെ ഭാവം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ശരി, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കല്യാണം രജിസ്റ്റർ ചെയ്തതാണല്ലോ, ആ പേപ്പർ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന് പറഞ്ഞു. അത് വായിച്ചു നോക്കിയതിനു ശേഷം, പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ വിവാഹം നടന്നത് എന്ന് വക്കീല് ചോദിക്കണേ. അതെ എന്ന് അവർ പറഞ്ഞു. ഓ, അപ്പോൾ പ്രേമവിവാഹമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് 2 മാസം തികയുന്നതിന് മുൻപേ തന്നെ പിരിയാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ, നല്ല കഥ തന്നെ. എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ, ഒത്തുപോവാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് നിധി ആവർത്തിച്ചു. വക്കീല് പറയുന്നത്, ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആധാർ കാർഡോ നിങ്ങൾ തന്നേന്ന് പറയും. ആധാർ കാർഡ് എന്ന് കേട്ടപ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി തന്നെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡ് അങ്ങ് എടുത്തു കൊടുത്തു. പക്ഷേ നിധി ആകെ പെട്ടുപോയി, അവളുടെ കയ്യിൽ ആധാർ കാർഡൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ അത് എടുക്കാനും മറന്നുപോയി. അപ്പോൾ വീട്ടിൽ നിന്നും എടുക്കാൻ മറന്നുപോയി എന്ന കാര്യം അവൾ പറഞ്ഞു. ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്ന് വക്കീല് ചോദിക്കാണ്. ആധാർ കാർഡ് ഇല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നിധി ആകെ കുഴങ്ങിപ്പോയി. സുധീഷിന്റെ ഫോണിൽ അതിന്റെ കോപ്പി ഉണ്ടായിരുന്നു എന്ന കാര്യം നിധിക്കറിയില്ലായിരുന്നു. ഈ സമയം സുധീഷിന്റെ ഉള്ളിലൊരു ഭയം വന്നു. തന്റെ കള്ളത്തരമെങ്ങാനും ഇവർ പിടിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ വിവാഹം നടന്നു എന്നൊക്കെയുള്ള ആ ഒരു വലിയ സത്യം പുറത്തു വരുമോ എന്ന് പേടിച്ചു നിൽക്കുമായിരിക്കും സുധീഷ്. വക്കീലിന്റെ ചോദ്യം കേട്ട് നിധി ആകെ പകച്ചുപോയി. ആധാർ കാർഡില്ലാതെ എങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന വക്കീലിന്റെ സംശയം അവളുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയായി മാറി. സുധീഷ് വിയർക്കുന്നുണ്ടായിരുന്നു. അത് സാറേ, അന്ന് പിന്നെ പോലീസ് സ്റ്റേഷൻ വെച്ച് നടന്നതല്ലേ, അപ്പോൾ ആധാർ കാർഡ് നിർബന്ധമില്ല എന്ന് ആരോ പറഞ്ഞു. സുധീഷ് വാക്കുകൾ മുറിച്ചിങ്ങനെ പറയാൻ നോക്കി. പക്ഷേ വക്കീല് വിടാൻ ഭാവമില്ലായിരുന്നു. എടോ സുധീഷെ, ഏത് സ്റ്റേഷനിൽ നടന്നാലും രാജ്യത്തിന്റെ നിയമം ഒന്നല്ലേ. ആധാർ കാർഡ് ഇല്ലാതെ ഒരു മാരേജ് ഓഫീസറും വിവാഹം രജിസ്റ്റർ ചെയ്യില്ല. നിധി, നിന്റെ പേപ്പറുകളെവിടെ? വക്കീൽ ഗൗരവത്തോടെ ചോദിച്ചു. നിധി സുധീഷിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. അവന്റെ കണ്ണുകളിലെ പരിഭ്രമം അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നിപ്പിച്ചു. അവൾ പതുക്കെ പറഞ്ഞു, സർ, ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? വക്കീൽ ആ ഒരു പേപ്പർ അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി ഓരോ വരിയും ശ്രദ്ധയോടെ വായിച്ചു. പെട്ടെന്ന് അവളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അതിൽ എഴുതിയിരിക്കുന്നത് ഒരു സാധാരണ കരാർ പേപ്പർ മാത്രമായിരുന്നു. ഔദ്യോഗികമായ വിവാഹ സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല അത്. നിധി പെട്ടെന്ന് തന്നെ സീറ്റിൽ നിന്നങ്ങ് ചാടി എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരുപോലെ തന്നെ മിന്നിമറിഞ്ഞു. സുധീഷെ, ഇതാണോ നമ്മൾ തമ്മിൽ ഒപ്പിട്ട പേപ്പർ? ഇത് വെറും ഒരു മുദ്രപത്രമല്ലേ. ഇതിന് എന്ത് നിയമസാധ്യതയാണുള്ളത്? അവൾ പൊട്ടിത്തെറിച്ചു. സുധീഷ് തല കുനിച്ചു നിന്നു. വക്കീൽ ഇടപെട്ടു. നിധി, ഈ വിവാഹം നിയമപരമായിട്ട് നടന്നിട്ടേയില്ല. ഇതൊരു വ്യാജരേഖയാണ്. നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരോ ചമഞ്ഞെടുത്ത ഒന്നാണിത്. നിധിയുടെ കാതുകളിൽ ആ വാക്കുകൾ ഒരു ഇടിത്തീ പോലെയാണ് പതിച്ചത്. തന്നെ സംരക്ഷിക്കുമെന്ന് കരുതിയ സുധീഷ് ഇത്രയും വലിയൊരു ചതി തന്നോട് ചെയ്തോ? അവൾ വക്കീൽ ഓഫീസിൽ നിന്നും പുറത്തേക്കോടി. സുധീഷ് അവളുടെ പിന്നാലെ ചെന്നു. നിധി, നിക്ക് പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് നീ അവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നൊക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിധി അവന്റെ കയ്യങ്ങ് തട്ടിമാറ്റി. ചതിക്കുന്നതാണോ സുധീഷെ ഇഷ്ടം? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നീയും നിന്റെ വീട്ടുകാരും കൂടി എന്നെ ഒരു തടവിലാക്കിയതുപോലെയാണ് അവിടെ നിർത്തിയിരുന്നത്. ഈ കള്ളപത്രം കാണിച്ചാണല്ലോ നിങ്ങൾ എന്നെ അവിടെ നിർത്തിയിരുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് സാന്ദ്രയുടെ കോള് വന്നു. നിധി ഫോൺ എടുത്ത് ആക്രോശിച്ചു. ചേച്ചി, നിങ്ങൾക്കും ഇതൊക്കെ അറിയാമായിരുന്നു അല്ലേ? എന്നെ ചതിക്കാൻ സുധീഷിന് കൂട്ടുനിന്നത് ചേച്ചിയല്ലേ? സാന്ദ്ര മറുപടിയൊന്നും പറയാതെ തന്നെ ഫോണ് കട്ട് ചെയ്തു. നിധിക്കെല്ലാം മനസ്സിലായി. തന്റെ കുടുംബവും സുധീഷും എല്ലാം ചേർന്ന് തന്നെ ചതിക്കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു എന്ന്. പക്ഷേ പെട്ടെന്ന് നിധിയുടെ ഉള്ളിൽ ഒരു വാശി ഉദിച്ചു. അവൾ കണ്ണുനീര് തുടച്ചു. സുധീഷെ, നീ വിചാരിക്കുന്നത് എന്നെ തടവിൽ പൂട്ടാമെന്നല്ലേ? പക്ഷേ ഇനി കളി മാറും. നിയമപരമായിട്ട് നമ്മൾ വിവാഹിതരല്ല എങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ എങ്ങോട്ടേ വേണമെങ്കിലും പോവാം. പക്ഷേ ഞാൻ എങ്ങോട്ടേക്കും പോകില്ല. എന്നെ ചതിച്ച നിനക്കും നിന്റെ കുടുംബത്തിനും ഇതിനൊരു മറുപടി തന്നിട്ട് ഞാൻ എവിടെ നിന്നും പടിയിറങ്ങുള്ളൂ. നിധിയുടെ ആ ഒരു രൂപം കണ്ട് സുധീഷ് അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. സൗമ്യമായ നിധിയല്ല ഇപ്പോൾ അവന്റെ മുന്നിൽ നിൽക്കുന്നത്. തന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഉറച്ച ഒരു പോരാളിയായി തന്നെ അവൾ മാറിക്കഴിഞ്ഞിരുന്നു. അവൾ തിരികെ സുധീഷിന്റെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ഒരു പുതിയ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് പോലെ തന്നെ നിധി സുധീഷിന്റെ കൂടെ സുധീഷിന്റെ വീട്ടിലേക്കും പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.